ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. അങ്ങനെ ആ ദുഷ്ടനായ ഇപ്പോൾ നമുക്കൊരു രീതി പറയാം. ദുഷ്ടനായ രാജകുമാരിക്ക് ഇതിനായിട്ട് ഏത് ചെക്കനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഡാഡി അതിന് വേറെ രാജ്യത്തെ രാജകുമാരെ കൂടെ മാരേജ് അങ്ങനെ പറഞ്ഞ് ആ രാജകുമാരിക്ക് അവർ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആയിട്ട് മന്ത്രവാദി രാജാവുക്ക് പറഞ്ഞ മാന്ത്രിക നന്നായിട്ട് അറിയും. ഇത് കേട്ടിട്ട് മന്ത്രവാദിൻ്റെ മകൾക്ക് വേറെ രാജ്യത്തെ ഒരു രാജകുമാരൻ മേലെ ലവ് വന്നു. അതെ, കാണാൻ നല്ല സുന്ദരന. അതുകൊണ്ട് ആ രാജകുമാരിക്ക് ഭയങ്കര പ്ലാൻ. അങ്ങനെ ആ മാരേജിക്ക് പോകുമ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ രാജകുമാരൻ കണ്ട ആ പെണ്ണിക്കരെ ആ രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ എങ്ങനെ എനിക്ക് സ്വന്തം ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ആ രാജ്യത്തെ രാജകുമാരനെ വളിക്കാൻ നിറയെ പ്ലാൻ ചെയ്തു. ഒന്നും നടന്നില്ല. അത് മാത്രമല്ല നിറയെ മന്ത്രങ്ങൾ അത് ഇതെല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ല. അങ്ങനെ വെർജിനുകളാണ് എന്നെ രാജകുമാർ അങ്ങനെയായിട്ട് പ്രേതം ഒരു മന്ത്രം പറയും. അതിൽ നിനക്ക് വെർജിനുകളുണ്ടവർക്ക് മാത്രം അവർ കൂടെ ഉണ്ടാവും പറ്റും എന്നെ ഒരു മാന്ത്രിക പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല അങ്ങനെയായിട്ട് മാന്ത്രിക ഗുരുജവ് ആ പ്രേതവുമായി അത് ഇങ്ങനെയായിട്ട് അങ്ങനെ വേറെ ആ രാജകുമാരനൊക്കെ അറിഞ്ഞായിരുന്നു ഇവളെ മന്ത്രം ചെയ്യുന്നത്. എന്നാൽ വേറെ രാജകുമാരനെ അറിഞ്ഞ അവളെ വശി ചെയ്യുന്ന കാര്യം ആ രാജകുമാരൻ്റെ വൈഫൊക്കെ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ നോക്കുമ്പോൾ ആ രാജകുമാരി ഇവൾ വന്ന് ഇങ്ങനെ അവളെ കൊന്നു കളയും. അതുകൊണ്ട് ആ രാജകുമാരി അവർ പ്രേതമായി മാറിയായിരുന്നു. ഇതാണ് ഫ്ലാഷ് ബാക്ക്. അവർ വളിക്കാൻ നോക്കിയത് കൊണ്ട് രാജകുമാരുടെ വൈഫ് കരഞ്ഞു. അതവിടെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് അവരാടത്തെ പിന്നെ ആ മന്ത്രവാദി രാജാവ് ആ രാജകുമാർ എൻ്റെ അനിയത്തി കൊന്നു അവരെ വിടില്ല, എൻ്റെ നാട്ടിലുള്ള അവരെ വിടില്ല എന്ന് പറഞ്ഞ് വാശിയിട്ടു. ആ കാടിലാണ് ആ ആ രാജാവിനെ കൊന്നത്. അവിടെ അതാണ് ആ കാട് എന്ന് പറയായിരുന്നു. ആ കാട്ടിൽ മന്ത്രം ഇട്ടിട്ട് വந்தாക്കിയത് ആരോ തുറന്നത് എന്ന് പറഞ്ഞായിരുന്നു. ഒരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹയിലുണ്ടായിരുന്നു. ആ ഗുഹനെ ആരോ തുറന്നത് എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഇവർക്കുള്ള ഷോക്കായിരുന്നു. അതെ, ആ രണ്ട് പ്രേതത്തിനെ തുറന്നു വിട്ടതുകൊണ്ട് വെളിയിൽ വന്നത്. അതെ, ആ ബാത്റൂം സൈഡിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അതുകൾ ഇടിച്ച് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് എന്ന് നടന്ന കാര്യം പറഞ്ഞായിരുന്നു. അവിടെ വെച്ചാൽ അവർ ആത്മാവ് ഉള്ളത്. ഇപ്പം എന്താ പ്രശ്നം? അവർക്ക് എനിക്ക് എന്താ സമ്മതം? എന്നെ വോട്ട് സമ്മതം കേൾക്കട്ടായിരുന്നു. നിങ്ങൾ കല്യാണം കഴിക്കാൻ ചെക്കനാണ്. അതുകൊണ്ട് അവൾക്ക് നിങ്ങളുടെ മേലെ ഇപ്പം കാണുന്നു. ഒരു വേള നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മാത്രം അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ നടക്കുന്നത് വെച്ചാൽ വൈഫ് കൂടെ ജോലി എടുക്കുന്നത്. അതുമാത്രമല്ല അത് നിങ്ങളെ വിടില്ല. അതുമാത്രമല്ല അങ്ങനായിട്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പ്രേതക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരുമാതിരി പ്രേതക്ക് ടെൻഷനായിരുന്നു. അവിടെ എനിക്കാ വേണത് എന്ന് പറഞ്ഞാൽ പ്രേതക്ക് ടെൻഷനായിരുന്നു. അങ്ങനായിട്ട് ഹീറോയ്ക്ക് ഒരു പവർ, അവർക്ക് നിങ്ങളെ കൂടെ ഇരുന്നാൽ നിങ്ങൾക്കൊരു പവറുണ്ട്, അത് വെളിയിൽ വരും. നിങ്ങൾ സാധാരണ മാത്രമല്ല നിങ്ങൾക്കൊരു പവറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവർക്ക് നിങ്ങൾ കുടിച്ചത് അങ്ങനെ രുചി പറഞ്ഞു. നിങ്ങൾ വിട്ടാൽ നിങ്ങൾ നല്ല പവറുള്ളവരാണ്, നിങ്ങൾക്ക് മാജിക് പവറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് അവർ ഉണ്ടായിരുന്നു. അവർക്കും അങ്ങനെ ഹീറോയ്ക്ക് അവർക്കെല്ലാം പവർ വന്നു. അതുമാത്രമല്ല നിങ്ങൾ ബേബിസിക്ക് വരും, നിങ്ങളാണ് ഇവൾക്ക് നിങ്ങളുടെ പാർട്ട്ണറാണ് ഇവൾ എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഗുരുജി പറഞ്ഞ ബാക്കി മെമ്പേഴ്സുകാരെല്ലാം വന്നത്. അതെ, ഹീറോമാർക്ക് ഷോക്കായിരുന്നു. നിങ്ങൾ കൊറിയയിലുള്ള ഒരു മന്ത്രവാദിയായിരുന്നു. കൊറിയയിലുള്ള അവർ വന്നിരുന്നു. പിന്നെ ഞാൻ ചൈനീസിൽ വന്നു. പിന്നെ ജാപ്പനീസ്, തായ്ലാൻഡ് അങ്ങനെ ഓരോ നാട്ടിലെ രാജ്യത്ത് വന്നു. ഗുരുജി നിങ്ങൾക്ക് എങ്ങനെ അറിയൂ? ഇവരെല്ലാവരും എങ്ങനെ അറിയുമെന്ന് കേൾക്കുമ്പോൾ ഗുരുജി പറയാൻ തുടങ്ങിയായിരുന്നു. കൊറിയയിൽ പറയാൻ തുടങ്ങി. എനിക്ക് ഇതിൽ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലേ പറയാമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങി. ഇവരെല്ലാം എനിക്കറിയും. അതുമാത്രമല്ല ഞങ്ങൾ എല്ലാവർക്കും ഓരോന്ന് പവറുണ്ട്. ഞങ്ങളെ മാസ്റ്റർ ഇപ്പം നിങ്ങൾ വരും പോകുന്നില്ല. അങ്ങനെ ഒരു മാസ്റ്റർ പറഞ്ഞു ഇന്ത്യയിലാണ് ഉള്ളത്. അങ്ങനെ ആ മാസ്റ്റർ എന്ന് പറയുന്നു ഇവരെല്ലാം എൻ്റെ ശിഷ്യരെ വയസ്സായവർക്ക് ഇവരെല്ലാം ഒരു മാജിക് മന്ത്രം പറഞ്ഞ ഒരു തങ്ങോലാണ് എന്ന് പറയാൻ തുടങ്ങി. എനിക്ക് നിറയെ മാന്ത്രികർ, അതേമാതിരി ഇവർക്കും മാന്ത്രിക പവറുണ്ട്. ഇവർ ജനിക്കുമ്പോഴാണ് ഇവർക്കൊരു പവർ കിട്ടിയത്. അതെ, പവറുള്ളവർ അത് തേടിക്കൊണ്ട് പോയതാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ലാംഗ്വേജും അറിയും. എല്ലാവരും മാസ്റ്റർ പറയാൻ തുടങ്ങിയായിരുന്നു. ആ ശരി, എനിക്ക് വയസ്സായി, എല്ലാത്ത കാരണം നിങ്ങൾ നോക്കണം എന്ന് പറയുന്നു. മാസ്റ്ററിനോട് എല്ലാവരും ശിഷ്യന്മാരെല്ലാം കേൾക്കാൻ തുടങ്ങി. അതെ, അവർ ശിഷ്യന്മാരാണ്. അവർക്ക് എല്ലാ ലാംഗ്വേജും അറിയും. കൊറിയൻ പിന്നെ എല്ലാ നാട്ടിലും അങ്ങനെ പറയായിരുന്നു. ഏതെല്ലാം ഭാഷകളുണ്ട് അവർക്കെല്ലാം അറിയും ലാംഗ്വേജ്. അതേമാതിരി ഇവർക്കും എല്ലാം അറിയും. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രേതത്തെ നശിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളത് എന്താ പറഞ്ഞ് അങ്ങനെ അവർ മാജിക് പവർ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ജങ്കുക്ക് എൻ്റെ പവർ പറഞ്ഞ് കത്തിക്കണ്ടപ്പ എന്ന് പറയാൻ പറയായിരുന്നു. ശരി, എനിക്ക് നെരുപ്പ് വരുന്ന ഇത് സാധന നെരുപ്പല്ല എന്ന് പറഞ്ഞു. ഷുഗർ ഹെയർത്ത്
ജിമ്മി എനിക്ക് മറിയാനല്ലേ പറ്റൂ. എനിക്ക് എന്താ മറിയാൻ പറ്റുന്നത്? അതുകൊണ്ട് വീക്ക് തണ്ടർ പവർ, എനിക്ക് എന്തിനാ ഈ പവർ അത് വെച്ചപ്പ എന്ന് പറയാം. അപ്പോൾ പറയാൻ ഹെർത്ത് പവറുണ്ട്. അപ്പോൾ വീ പറയാണ് എനിക്ക് തണ്ടർ പവർ വെച്ച് ഞാൻ എന്ത് ചെയ്യാം? ജിമ്മിക്ക് കുറേ പവറുണ്ട്. ആർമുക്ക് മൈൻഡ് റിംഗ് പവറുണ്ട്, നിറയെ പവർ, 7 പേർക്ക് ഒരേ നിറയെ പവറുണ്ട്. അതുമാത്രമല്ല ഇത് ഒരേ എത്ര പവറാണ്. എനിക്ക് മെഡിസിൻ ഹെയിൽ പവർ ഗോത്തിന് പിടിച്ചിരുന്ന ഇറക്കാൻ വേണ്ടി ജേഹബ് ട്രീ പവർ നിറയെ എല്ലാ പവറുണ്ട്. ഹീറോയ്ക്ക് നിറയെ പവറുണ്ട്. ഹീറോയ്ക്ക് അവരെ കാട്ടി നിറയെ പവറുണ്ട്. എല്ലാവർക്കും അവരവരുടെ പവർ യൂസ് ചെയ്യാൻ പറ്റും. വേറെ വേറെ പവർ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഹീറോയ്ക്ക് എല്ലാവരുടെ പവർ കിട്ടും. എല്ലാവർക്കും ഒരു നല്ല പവർ യൂസ് ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രേതമുള്ള ഫസ്റ്റ് ആ ബാത്റൂമുള്ള പ്രേതം അതിനെ പിടിച്ചു. അങ്ങനെ പിടിച്ചു ഒരു മാജിക് യൂസ് ചെയ്ത് അങ്ങനെ ആ പ്രേതത്തെ വരുത്തി ഒരു ബോട്ടിലിട്ട് വെച്ച് മാറ്റി. പിന്നെ ആ രാജാവിൻ്റെ പ്രേതത്തിനെ തേടി അങ്ങനെ ആ പ്രേതത്തെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മാജിക് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ആ പ്രേതത്തെ പിടിച്ച് മാസ്റ്റർ ശരി, ഓക്കെ, ഇപ്പോൾ ഇന്ന് പ്രശ്നം വരില്ല. ഇതിനെ അങ്ങനെ ആ വയസ്സുള്ള മാസ്റ്റർ വന്നു. ശരി, ഇതിനെ എടുത്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞു. മാസ്റ്റർ എടുത്തില്ല. മാസ്റ്ററിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ചൈനീസ്മാരുള്ള അവരെല്ലാം ശരി ഇതുമെല്ലാം ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. ആ കാടിലുള്ളത് എടുത്തുകൊണ്ട് പോയി. ആ ബാത്റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയി. ഗുരുജി അത് അങ്ങനെ ബാത്റൂമിലുള്ള പ്രേതം അതിലെടുത്തുകൊണ്ട് പോയായിരുന്നു. മാസ്റ്റർ പറഞ്ഞു ഇവിടെ കണ്ടുപിടിച്ച മാസ്റ്റർ പറയുന്നത് ഇതൊക്കെ ഞാൻ ശരിയാക്കാം, അപ്പം ഞാൻ വിളിക്ക് വന്നാൽ മതി. ഫസ്റ്റ് ഈ കെട്ട പ്രേതത്തെ കൊല്ല 2 എസ്തര രാജകുമാരിൻ്റെ പ്രേതവും മറ്റു പ്രേതവും അതിനടുത്തായിരുന്നു. ആ ബാത്റൂമുള്ള പ്രേതം പറഞ്ഞ് അത് വെളിയിൽ വന്നതാണ്. ഇനി എസ്തര ഒരു പ്രേതമുണ്ട്. ഗുരുജി പറയുന്നു 2 പ്രേതത്തെ ഞാൻ പിടിച്ചു. ഇനി ഒരു പ്രേതം എടുത്തോ, ഈ പ്രേതത്തിന് ആത്മാവ് ശാന്തി ചെയ്തു എന്ന് പറയുന്നു. അത് പാവമുള്ള പ്രേതമാണ്. അത് റിവെഞ്ച് എടുത്ത് കൊടുത്തു. 2 പ്രേതം ഉണ്ടായി. അതിൽ കുറച്ച് അത്രയാണ് അത് തോണ്ടിയതായിരുന്നു. ഇവരെ കൊന്നത്. അപ്പോഴാണ് അവർ കുടിച്ചിട്ട് ഇങ്ങനെ അവൾ കൊന്നിട്ട് അറിയാതെ അത് തൊട്ട് വിട്ടത്. അതുകൊണ്ട് ആ പ്രേതം വെളിയിൽ വന്നത്. ഇതെന്താ മിന്നെന്ന് പറഞ്ഞ് തോണ്ടിയെടുത്തതെല്ലാം കിട്ടിയതായിരുന്നു. അപ്പോഴാണ് ആ രാജകുമാര പ്രേതം വെളിയിൽ വന്നതായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞു.